വാർത്തകൾക്കപ്പുറത്തെ കാഴ്ചകളും നിരീക്ഷണങ്ങളും തേടിയുള്ള ബിയോണ്ട് ദി ന്യൂസിലേക്ക് സ്വാഗതം. ലോകം മഹാമാരിയുടെ ഭീതിയിലാണ്. ഈ നൂറ്റാണ്ടിലെ തന്നെ വലിയ മഹാമാരികളിൽ ഒന്നായി കോവിഡ്-19 പടർന്നു കയറുമ്പോൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാവുന്നത് 3 രാജ്യങ്ങളാണ്: ഇറ്റലി, അമേരിക്ക, സ്പെയിൻ. സമാനതകളില്ലാത്ത ദുരന്തത്തെ നേരിടുന്ന ചരിത്ര ദിനങ്ങളിലൂടെയാണ് ഈ 3 രാജ്യങ്ങൾ കടന്നു പോകുന്നത്. കോവിഡ്-19 മുന്നിൽ അടിപതറിയ ഈ രാജ്യങ്ങളുടെ അവസ്ഥയാണ് ബിയോണ്ട് ദി ന്യൂസ് പരിശോധിക്കുന്നത്. ചൈനയിലെ വുഹാനിൽ നിന്ന് കോവിഡ്-19 വ്യാപനം പ്രധാനമായും ഏഷ്യയിലായിരുന്നില്ല, യൂറോപ്പിലും അമേരിക്കയിലുമായിരുന്നു കോവിഡ്-19 പ്രധാന താവളമായി മാറിയത്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലെത്തിയ രോഗം സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് മാറിയത് ഇറ്റലിയിലായിരുന്നു. ഇറ്റലിയിൽ ആദ്യമായി രോഗബാധ കണ്ടെത്തിയത് ജനുവരിയിലാണെങ്കിലും അത് അതിവേഗം വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണാനായത്. ചൈനക്കാരായ വിനോദസഞ്ചാരികളിലാണ് ആദ്യം കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇറ്റലിക്കാർ ഇതിനെ ഗൗരവമായി എടുത്തില്ല. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടെയാണ് ഇറ്റാലിയൻ പൗരന് രോഗം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ 1 മാസം പിന്നിട്ടതോടെ 1,00,000-ലേറെ പേരിലേക്ക് രോഗം പടർന്നു. രോഗം പൊട്ടിപ്പുറപ്പെട്ട ചൈനയെ പോലും മറികടന്ന് മരണസംഖ്യ കുത്തനെ ഉയർന്നു. 11,000-ലേറെ പേരാണ് ഇതിനകം ഇറ്റലിയിൽ മാത്രം മരണപ്പെട്ടത്. ബെർഗമോ, ബെർഷെ നഗരങ്ങളിൽ മരണം അക്ഷരാർത്ഥത്തിൽ പെയ്തിറങ്ങുകയായിരുന്നു. 1-ലേറെ മരണങ്ങൾ സംഭവിച്ച വീടുകളാണ് അധികവും. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഇറ്റലി കടന്നുപോകുന്നത്. മരിച്ചു വീഴുന്നവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ സൈന്യം രംഗത്തിറങ്ങി. മൃതദേഹങ്ങളുമായി നീങ്ങുന്ന വാഹനങ്ങളുടെ നിര മാത്രമാണ് ഇറ്റലിയിലെങ്ങും ദൃശ്യമായത്. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇടമില്ലാതെ അധികൃതർ കുഴങ്ങി. ലോകത്തെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇറ്റലിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടവരിൽ പ്രായമായവരും യുവാക്കളും വരെ ഉൾപ്പെട്ടു. യുദ്ധമുഖത്തുനിന്നുള്ളതിനേക്കാൾ തീവ്രമായ വാർത്തകളായിരുന്നു ലോകം ശ്രവിച്ചത്. 900-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസങ്ങൾ. മരിച്ചവരുടെ എണ്ണവും വിവരങ്ങൾ പോലും ശേഖരിക്കാനാവാതെ ആരോഗ്യ പ്രവർത്തകർ. വടക്കൻ ഇറ്റലി കണ്ണീർ കടലായി മാറി. ദേവാലയങ്ങളിൽ നിരന്നുകിടക്കുന്ന ശവപ്പെട്ടികൾ ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാതെ ആയി. സംസ്കരിക്കാൻ പുതിയ വഴികൾ തേടിയ അധികൃതർ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ആരംഭിച്ചു. മരണത്തിലേക്ക് നീങ്ങുന്നവർക്കായുള്ള അന്ത്യകുദാശകളോ മരണപ്പെട്ടവർക്കുള്ള സംസ്കാര ശുശ്രൂഷകളോ നൽകാനാവാതെ ഇറ്റാലിയൻ ജനത വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഇറ്റലിയിൽ നിന്നും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഈ നിമിഷവും നമുക്ക് നൽകാനുള്ളത്. പ്രത്യേകിച്ച് നോർത്തേൺ ഇറ്റലി ഒരുപാട് കൊറോണയുടെ കേസുകൾ സംഭവിച്ചിട്ടുള്ള ലൊംബാർദിയ, ബെർഗമോ ഭാഗങ്ങളിലൊക്കെ വളരെ ഭീതിജനകമായിട്ടുള്ള മരണസംഖ്യയൊക്കെ വളരെയധികം വർദ്ധിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ കൊറോണയൊക്കെ ബാധിച്ച് മരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം പോലും അർപ്പിക്കാനുള്ള സാധ്യതകളില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് പല ഭാഗങ്ങളിലും കൊറോണ ബാധിക്കാതെ പോലും മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും മതപരമായ ചടങ്ങുകളില്ലാതെ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം തീർത്തും അത്തരത്തിലുള്ള വലിയ ഭീതിജനകവും ഭയം ജനിപ്പിക്കുന്നതും സങ്കടകരവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഇറ്റലിയിൽ പ്രത്യേകിച്ച് നോർത്തേൺ ഭാഗങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ജനജീവിതത്തെ, സാധാരണ ജനജീവിതത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇറ്റലിയിലെ വീടുകൾ നിശബ്ദതയിലായിരുന്നു. തെരുവുകളിൽ ഇറങ്ങുന്നതിന് ശക്തമായ നിയന്ത്രണം വന്നു. പല കുടുംബാംഗങ്ങളും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ടു. രോഗബാധ സംശയിക്കുന്നവരെക്കുറിച്ച് അറിഞ്ഞാൽ അധികൃതരെത്തി അവരെ ആശുപത്രികളിലേക്ക് നീക്കം ചെയ്യും. ബന്ധുക്കളോ കുടുംബങ്ങളോ ഒപ്പമില്ലാത്ത യാത്ര പലരുടെയും അവസാന യാത്രാ മൊഴിയായിരുന്നു അത്. പിന്നീട് സർക്കാർ ഏജൻസി നൽകുന്ന 2 സന്ദേശങ്ങളാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുക: മരണം നടന്ന ദിനവും സംസ്കാരം നടത്തിയ ഇടവും സൂചിപ്പിക്കുന്ന സന്ദേശങ്ങൾ. മരണാസന്നരായവരെ ആശ്വസിപ്പിക്കാനോ കാണാനോ കഴിയാത്ത ഇറ്റാലിയൻ ജനതയ്ക്ക് ആശ്വാസമായത് വൈദികരുടെ വിശ്വാസതീക്ഷ്ണമായ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു.
എല്ലാ പള്ളികളിലും ഉച്ചയ്ക്ക് 12 മണിക്ക് കുരിശുമണി അടിക്കുമ്പോൾ അച്ഛന്മാർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് കൊണ്ടുവന്ന് പള്ളിയുടെ നടവാതിൽക്കൽ നിന്നിട്ട് ആ പ്രദേശത്തിന് പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ ആശീർവാദം നൽകിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റെല്ലാ രൂപതകളിലും പോലെ തന്നെ മാർച്ച് 9-ാം തീയതി മുതൽ എല്ലാ പള്ളികളിലും വിശുദ്ധ ബലി ഉണ്ട് എങ്കിൽ തന്നെയും വിശ്വാസികളുടെ പങ്കാളിത്തത്തോടു കൂടിയല്ല നടക്കുന്നത്. ഒപ്പം തന്നെ വിവാഹം, മാമോദീസ തുടങ്ങിയിട്ടുള്ള എല്ലാ കൂദാശകളും ഏപ്രിൽ 3 വരേക്കെങ്കിലും താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്, നിർത്തിവെച്ചിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകൾക്ക് ഞങ്ങൾക്ക് ഇവിടെ അധികം ബാധിക്കാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ സെമിത്തേരി വരെ പോയി ആശീർവാദം നൽകുന്നതിനായിട്ടുള്ള അനുവാദമുണ്ട്. പക്ഷെ അത് വളരെ പരിമിതമായിട്ടുള്ള ബന്ധുജനങ്ങളുടെ പങ്കാളിത്തത്തോട് മാത്രം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും അനുവാദമുള്ളൂ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇറ്റലിയിലെ ഏറ്റവും അവസാനത്തെ ഒരു പ്രദേശത്താണ്. ഞങ്ങളുടെ ഇടവുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആയി. ഞങ്ങൾ ഫ്രാൻസ് ഇറ്റലി ബോർഡറിലാണ് ഞാനൊക്കെ ഉള്ളത്. അപ്പോൾ ഫ്രാൻസിലേക്ക് കടക്കുന്നതിന് തിരിച്ചു കടക്കുന്നതിന് കൃത്യമായിട്ടുള്ള കർശന നിർദ്ദേശങ്ങളുണ്ട്. ലിഗൂറിയ റീജിയനിലാണ് ഈ ഇടവുകളൊക്കെ തന്നെ നിൽക്കുന്നത്. മരണങ്ങൾ പെയ്തിറങ്ങുമ്പോൾ ആശ്വാസം നൽകാനായുള്ള തിരക്കിട്ട ഓട്ടത്തിലായിരുന്നു വൈദികർ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ദേവാലയത്തിലെത്തിയിരുന്ന ഇടവക ജനങ്ങൾ ഒന്നൊന്നായി മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആശ്വാസവാക്കുകൾ നൽകാൻ പോലും കഴിയാത്ത വിധം തിരക്കേറിയതായി വൈദികരുടെ ദിനങ്ങൾ. വിശ്രമമറിയാത്ത സേവനങ്ങൾക്കിടയിൽ നിരവധി വൈദികർക്കും രോഗം പടർന്നു. 60-ലേറെ വൈദികരാണ് ഇറ്റലിയിൽ മരണപ്പെട്ടത്. ഇറ്റലിയിലെ ദിനപത്രങ്ങളുടെ താളുകൾ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. തൊട്ടടുത്ത വീടുകളിൽ സംഭവിക്കുന്ന മരണം പോലും അയൽവാസികൾ അറിയുന്നത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയുമായിരുന്നു. ഇറ്റലിയിൽ ഒട്ടേറെ മലയാളി കുടുംബങ്ങളാണ് കഴിയുന്നത്. ജോലിക്കും പഠനത്തിനുമായി എത്തിയ മലയാളികൾ രോഗബാധയുടെ കാലത്ത് ഇറ്റാലിയൻ ജനതയ്ക്ക് പ്രാർത്ഥനയും കരുതലുമായി നിന്നു. ആരോഗ്യരംഗത്ത് ഇറ്റലിയിലും റോമിലും പ്രവർത്തിക്കുന്നവർ കരുതലോടെ ശുശ്രൂഷകളിൽ മുഴുകി. ഞാൻ മെഫി ആൻഡോ, റോമിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ 17 വർഷമായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, നേഴ്സാണ്. ഞാനിവിടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുവരെയും ഇത്രയും വർഷങ്ങൾ ഈ റോമിൽ ജീവിച്ചിട്ട് കാണാതിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ സമയത്ത് നമുക്ക് പരിഭ്രാന്തിയല്ല വേണ്ടത്. നമ്മൾ ഒറ്റക്കെട്ടായി ജാഗരൂകതയോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഒരു നേഴ്സ് എന്ന രീതിയിൽ എനിക്കിനോട് സംസാരിക്കാനുള്ളത്, ഞങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായി ഇപ്പോൾ ഞങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഓരോ ദിവസവും ഞങ്ങളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും വേരിയേഷൻ ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ മെയിനായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സർജറിക്ക് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യാൻ വരുന്ന രോഗികളാണ് കൂടുതലായും വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വരുന്ന രോഗികളെ സ്പെഷ്യൽ ഒബ്സർവേഷൻ റൂമിൽ കിടത്തി അവർക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് രോഗബാധ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അവരെ വാർഡിലേക്ക് മാറ്റുന്നത്. പിന്നെ ഈ വൈറസ് ബാധ ഇവിടെ ഇറ്റലിയിൽ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ബൈസ്റ്റാൻഡേഴ്സിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ളൊരു ബാഹ്യ സമ്പർക്കം ഇവിടെയുള്ള പേഷ്യൻസിന് ഇല്ല. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങൾ നേഴ്സസ് ഉണ്ട്, ഔസിലിയാരികളുണ്ട്, ഒപ്പം ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാസ്ക്, ഗ്വാന്തി, പിന്നെ ആൻറ്റിസെപ്റ്റിക്കൽ ജെൽസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ COVID-19 കുറിച്ചിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസും ഞങ്ങൾക്കിവിടെ ലഭ്യമാണ്. അതുമൂലം ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുമായി ഇടപെടുന്ന ഓരോ വ്യക്തികൾക്കും ഈ രോഗത്തെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ നൽകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. ഇവിടെ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഓരോ നിയമങ്ങളോടും പൂർണ്ണമായും യോജിച്ച് സഹകരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. റോമിലെ മതപഠന വിദ്യാർത്ഥികൾ ഇറ്റാലിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോകളും പ്രാർത്ഥനകളുമായി ഒപ്പം നിന്നു. ഇറ്റലിയിലെ രോഗബാധയുടെ തീവ്രത കുറഞ്ഞതായ നിഗമനത്തിലാണ് ആരോഗ്യ പ്രവർത്തകരിപ്പോൾ. മരണങ്ങൾ തുടരുമ്പോഴും രോഗബാധ ചെറിയ തോതിലെങ്കിലും നിയന്ത്രിക്കാനായതായാണ് അവർ കരുതുന്നത്. വുഹാനിൽ നിന്നും യൂറോപ്പിലെത്തിയ കോവിഡ് ഇറ്റലിയെ കീഴടക്കുന്നതിനൊപ്പം അമേരിക്കയിലേക്കും കുടിയേറി.
അത്യാധുനിക ആരോഗ്യ സംവിധാനങ്ങളും സംരക്ഷണവും കൊണ്ട് സുരക്ഷിതരാണെന്ന് കരുതിയ അമേരിക്കയെ ദിവസങ്ങൾ കൊണ്ടാണ് കോവിഡ് ഭീതിയിലാഴ്ത്തിയത്. കോവിഡ് ബാധയുടെ 85% യൂറോപ്പിലും അമേരിക്കയിലുമായിരിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ഇതിൽ 40% അമേരിക്കയിലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കോവിഡ്-19 മുഖ്യ കേന്ദ്രമായി അമേരിക്ക മാറുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ ശക്തമായ സൂചനകളാണ് അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്നത്. ചൈനയ്ക്കും ഇറ്റലിക്കും പുറകെയാണ് അമേരിക്കയിൽ കോവിഡ് രോഗബാധ ദൃശ്യമായത്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുടെ പിൻബലമുള്ള അമേരിക്കയിൽ രോഗബാധയെ ലോകം കാര്യമായി പരിഗണിച്ചില്ല. മികച്ച സാമ്പത്തിക ഭദ്രതയും ചികിത്സാ സൗകര്യവും കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്കാവുമെന്നാണ് ലോകം കരുതിയത്. എന്നാൽ ദിവസങ്ങൾക്കകം രോഗം പടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയായിരുന്നു. ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് നീങ്ങുന്ന സൂചനകൾ പുറത്തുവരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 24 മണിക്കൂറിനിടെ 16,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ കൂടെ എത്തിയതോടെ അമേരിക്ക ശ്രദ്ധാകേന്ദ്രമാവുകയായിരുന്നു. 200-ലേറെ പേർ ഒരു ദിവസം മരണപ്പെടുന്ന സാഹചര്യം കൂടിയായതോടെ ലോകാരോഗ്യ സംഘടനയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ലോകത്തെ 40% രോഗബാധിതരുടെ മേഖലയായി അമേരിക്ക മാറുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. 3 ദിവസം കൊണ്ട് 1,00,000 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതോടെ അമേരിക്ക ഉണർന്നു. പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൌണിന് സമാനമായ തലത്തിലേക്ക് നീങ്ങി. എങ്കിലും അമേരിക്ക പൂർണ്ണമായും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറായില്ല. സാമൂഹ്യ അകലം പാലിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുമായിരുന്നു ആഹ്വാനം. എന്നാൽ ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തേക്ക് അമേരിക്ക എത്തിയതോടെ കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് കടന്നതായി വ്യക്തമായി. ഇറ്റലിയെ മറികടന്ന് ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം പേർക്ക് അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചു. മരണം 3,000 കടക്കുകയും ചെയ്തു. അമേരിക്കയിലെ ആരോഗ്യരംഗത്തെ പ്രമുഖനായ ഡോക്ടർ ആന്റണി ഫൗസിയുടെ മുന്നറിയിപ്പ് അമേരിക്ക ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. രോഗം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ അമേരിക്കയിൽ മരണസംഖ്യ ലക്ഷങ്ങൾ കടക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പുകൾക്കിടയിൽ അമേരിക്ക രോഗത്തെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾ സജീവമാണ്. അമിത ആത്മവിശ്വാസം മൂലം രോഗത്തെ ഗൗരവത്തിലെടുക്കാൻ അധികൃതർ ശ്രമിച്ചില്ലെന്നാണ് വിമർശനം. വിമർശനങ്ങൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രോഗബാധയുടെ ഗൗരവം സംബന്ധിച്ചുകൊണ്ട് രംഗത്തു വന്നു. Very vigorously following these guidelines, we could save more than 1 million American lives. Think of that, 1 million American lives. Our future is in our own hands, and the choices and sacrifices we make will determine the fate of this virus and really the fate of our victory. We will have a great victory. We have no other choice. പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ കൂടി എത്തിയതോടെ ജനങ്ങളും അധികൃതരും കൂടുതൽ ജാഗ്രതയിലായി. വരാനിരിക്കുന്ന ദിനങ്ങൾ ഭീതിജനകമാണെന്ന വിലയിരുത്തൽ മൂലം അടിയന്തര നടപടികൾ ആരംഭിച്ചു. രോഗികൾക്കായി താൽക്കാലിക ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. രോഗബാധ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയും സ്വാധീനിച്ചു. ഇതിനകം 10 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നഷ്ടമായി. നേരത്തെ രോഗത്തെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനുമായി $2 ട്രില്യൺ സാമ്പത്തിക പദ്ധതി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചകൾ നിർണായകമാകുമെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യ വിദഗ്ധർ. സ്പെയിൻ രാജകുമാരി കോവിഡ്-19 രോഗം മൂലം മരണപ്പെട്ടതോടെയാണ് രാജ്യം വാർത്തകളിൽ ഇടം പിടിച്ചത്. പിന്നീടുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിലായിരുന്നു. മരണങ്ങൾ കൊണ്ടാണ് സ്പെയിൻ കോവിഡ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. ഒരു ദിവസം കൊണ്ട് 1000-ഓളം പേർ മരണപ്പെട്ട സ്പെയിൻ ചൈനയെ മറികടന്ന് മരണനിരക്കിൽ ഇറ്റലിക്ക് പുറകിൽ സ്ഥാനമുറപ്പിച്ചു. അമേരിക്കയെപ്പോലെ തന്നെ ആരോഗ്യമേഖലയിൽ മികച്ച സംവിധാനങ്ങളുള്ള സ്പെയിനിലും ദിവസങ്ങൾ കൊണ്ടാണ് കാലിടറി വീണത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സ്പെയിനിൽ രോഗബാധ ദൃശ്യമായത്. വിനോദസഞ്ചാര കേന്ദ്രമായ സ്പെയിൻ ഒട്ടേറെ സഞ്ചാരികളുടെ ഇഷ്ടരാജ്യമാണ്. ആരോഗ്യ സംവിധാനങ്ങളിൽ മികവ് പുലർത്തിയ സ്പെയിനിൽ ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലായിരുന്നു രോഗവ്യാപനം. ഇന്ത്യക്ക് സമാനമായ രീതിയിലായിരുന്നു തുടക്കം. 100 മുതൽ 200 വരെയുള്ള രോഗികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ സ്പെയിൻ ജനത രോഗത്തെ കാര്യമായി പരിഗണിച്ചില്ലെന്ന് വേണം കരുതാൻ.
രോഗം സ്ഥിരീകരിച്ച ശേഷവും മാർച്ച് 8-ന് വനിതാ ദിനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലികൾ നഗരങ്ങളിൽ അരങ്ങേറി. ഇത്തരം കൂട്ടം ചേരലുകൾ ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ല. പിന്നീട് 24 മണിക്കൂറിനകം അധികൃതർ നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ സ്കൂളുകൾ അടച്ചു. എന്നാൽ ഒഴിവു ദിനത്തിന്റെ സൗകര്യം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി. ഈ ജാഗ്രത കുറവ് പിന്നീട് വൻതോതിൽ രോഗബാധയ്ക്കിടയാക്കിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ അവസാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സൈന്യം നിരത്തിലിറങ്ങുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് നീങ്ങി. രോഗത്തെ നേരിടാൻ സ്വകാര്യ ആശുപത്രികൾ സർക്കാർ ഏറ്റെടുത്തു. എങ്കിലും രോഗബാധിതരുടെ എണ്ണവും മരണസംഖ്യയും വേഗത്തിൽ വർദ്ധിക്കുകയായിരുന്നുവെന്ന് സ്പെയിനിലുള്ള മലയാളി വൈദികൻ സജിൻ ഇലവനാക്കട വ്യക്തമാക്കി. സ്പെയിനിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണിപ്പോൾ. തലസ്ഥാനമായ മാഡ്രിഡിൽ കൊറോണ ബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചുയരുകയാണ്. മാഡ്രിഡ് കഴിഞ്ഞാൽ രോഗബാധ ഏൽക്കുന്നവരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും രണ്ടാമത് നിൽക്കുന്നത് ബാർസലോണ ഉൾപ്പെടുന്ന കത്തലൂഞ്ഞ പ്രവിശ്യയാണ്. മരണനിരക്കിൽ സ്പെയിൻ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മൃതദേഹങ്ങൾ മോർച്ചറികളിൽ സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായതിനാൽ മാഡ്രിഡിലെ വലിയൊരു ഐസ് സ്കേറ്റിംഗ് റിംഗ് മോർച്ചറിയായി കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങി. സൈന്യത്തിന്റെ സഹായത്തോടുകൂടി വൈറസ് വിമുക്തമാക്കൽ പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിൽ ഒരു നഴ്സിംഗ് ഹോമിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്പാനിഷ് ഗവൺമെന്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പെയിനിലെ രോഗബാധിതരുടെ എണ്ണം 80,000 കവിഞ്ഞു. മരണസംഖ്യയാകട്ടെ 8,000-ഓളമായി ഉയർന്നു. ഇറ്റലിക്ക് ശേഷം ലോകത്തിൽ മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യമായി സ്പെയിൻ മാറി. ലോകത്തെ കോവിഡ്-19 ഹോട്ട്സ്പോട്ടുകളായാണ് അമേരിക്കയും ഇറ്റലിയും സ്പെയിനും മാറിയിരിക്കുന്നത്. എങ്കിലും ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ വഴി മരണനിരക്ക് കുറയ്ക്കാനും രോഗവ്യാപനം തടയാനും സാധിക്കും. ബിയോണ്ട് ദ ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.